രണ്ട് മൂന്ന് ഐറ്റംസ് പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വീഡിയോ കണ്ട് നോക്കി. ആദ്യം നമുക്ക് കുറച്ച് മൈദ ഇട്ടുകൊണ്ട് മൈദ കുഴച്ച് മറിച്ചെടുക്കാൻ മതി. പൊട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒഴിച്ചാൽ പോകുന്നത് ഇതാക്കണേ ഒരു 2-3 സ്പൂൺ തൈരാണ്. ഈ തൈര് ഒഴിച്ചാൽ എന്തിനാ അറിയാം, പൊറാട്ടക്ക് നല്ല സോഫ്റ്റും കിട്ടും, പിന്നെ നല്ല പൊള്ളച്ചിങ്ങനെ വരും ചെയ്യും. അടുത്ത 1 സ്പൂണ് പഞ്ചസാര ഇടണം. ഈ പഞ്ചസാര ഇടണം എന്തിനാ അറിയാം, പൊറാട്ടക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഇത് കുഴച്ച് മറിച്ചെടുക്കാം. ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മളെ പൊറാട്ട മാവ് നമ്മൾ ഏകദേശം കുഴച്ച് നന്നായി കുഴച്ചിക്കണം. നല്ല കുഴക്കണം, എത്ര കുഴക്കണോ അത്രയും നമ്മളെ പൊറാട്ടയ്ക്ക് സോഫ്റ്റ് കൂടുതൽ കിട്ടും, പൊറാട്ടൻ്റെ ഉറപ്പും കുറഞ്ഞു കിട്ടും. എത്ര കുഴക്കണോ അത്രയും നല്ലതാണ്. ഞങ്ങൾ നന്നായി കുഴക്കുന്നുണ്ട്. ഞങ്ങളിതൊരു 3-4 വിധം പൊറാട്ടയാണ് ഇന്ന് ഉണ്ടാക്കണത്. ഞങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ടോ. അങ്ങനെ നമ്മളെ മാവ് കുഴച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ലേശം ഓയിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, ഇത് മാവിൻ്റെ മുകളിൽ ഒരു ഉറപ്പ് ഇങ്ങനെ വരും. ഈ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റും കിട്ടും, പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പം വരില്ല. അപ്പോൾ ഇനി 5 മിനിറ്റ് നമ്മളെ മാവട നിൽക്കട്ടെ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ ബോള് ഉഷാറായിക്കണേ. നമുക്കിത് ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ബോളാക്കി വെച്ചു. ഇനി ഇതൊന്ന് ഓയിൽ തേച്ചിങ്ങാണ്ട് നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഇവിടെ നിൽക്കണം. ഓക്കെ, ഇപ്പം എല്ലാം ശരിയായി. ഇനിയിപ്പോൾ നമ്മളെ മാവൊക്കെ റെഡിയായി, ഒക്കെ ബോളാക്കി വെച്ച് ഇനി ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് പരത്താൻ തുടങ്ങാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ ആക്കി വെച്ച ബോളുകളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അതാണ്ടോ നല്ല പരത്തിയൊക്കെ കിട്ടാൻ പോലെ ആയിരിക്കണം. ആദ്യം കുറച്ച് എണ്ണ ആയി കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഈ ബോൾ എടുക്കുക. ഇതേപോലെ പിടിക്കുക. കുറച്ച് എണ്ണ ആയി കൊടുക്കുക. കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. ഈ പൊടി ഇടുന്നതിൻ്റെ ലെയർ കൂടാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ഇതാ ഇത് നമ്മളെ സാധാ പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ പൊറോട്ട 2 പീസാക്കിയാൽ മതി. വേണമെങ്കിൽ ഇതിൻ്റെ നടുക്കൊരു വരയും കൂടി വെച്ചെടുത്താൽ ലെയർ കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്കിതിങ്ങനെ ചുറ്റിങ്ങനെ എടുക്കാം. കേട്ടോ, അടുത്ത പൊറോട്ട നമ്മൾ വീശി കാണിച്ചിരുന്നത് എന്താണ്, ഇത് വീശാതി എങ്ങനെ ചുടാവുന്നില്ല എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇതിങ്ങനെ പരത്തി കൊടുക്കുക. ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ പരത്തുക. കേടില്ല, നമ്മൾ വീശി അതേപോലെ തന്നെ ഇത് പരത്തി കിട്ടി. ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ഇങ്ങനെ പൊടിയിട്ട് കൊടുക്കുക. ഇതും ഇതേപോലെ ഇങ്ങനെ ചെയ്യുക. അപ്പം എന്തായി, നമുക്ക് വീശാൻ അറിയാത്ത ആൾക്കാർക്കും പൊറാട്ട ചൂടാം. അടുത്ത് നമ്മൾ നോക്കുന്നത് നൂൽ പൊറാട്ടയാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അത് നന്നായിട്ട് വീശെടുക്കണം. നമ്മൾ പൊറാട്ടയ്ക്ക് ചെയ്യുന്ന പോലെ തന്നെ എണ്ണ ലേശം അധികം ഒഴിച്ചു കൊടുക്കുക നൂൽ പൊറാട്ടയ്ക്ക്. ഇനി കത്തി കൊണ്ട് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കുക.
വെക്കുക. സദാ പൊറോട്ടനെ മാതിരിക്കനെ ചുറ്റി വെക്കുക. ഒരു ബോളും കൂടി അതേപോലെ നമുക്ക് നൂൽ പൊറോട്ടയ്ക്ക് ആക്കി തരാം. ഇത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാകാൻ കൂടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഇത് പൊറോട്ട ഉണ്ടാക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ കാണിച്ചു തരുന്നത്. എല്ലാവരും നൂൽ പൊറോട്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അതിശയമായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇത് സിമ്പിൾ പരിപാടിയാണ്. അങ്ങനെ നൂൽ പൊറോട്ട ആയി, സാദാ പൊറോട്ടയായി. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സിലോൺ പൊറോട്ടയാണ്. സിലോൺ പൊറോട്ടക്ക് ഇതേപോലെ വീശി അടിക്കത്, എന്നിട്ട് ഓയിലും ലേശം മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. 2 പീസാക്കുക, മടക്കുക. ഇതേപോലെ ആക്കിയേക്കുക. അങ്ങനെ സിലോൺ പൊറോട്ടയ്ക്കുള്ളത് നമ്മൾ റെഡിയാക്കി വെച്ച്, അത് 4 കൂടി നമുക്ക് ഉണ്ടാക്കാം. അടുത്ത ബോളും കൂടി സിലോൺ പൊറോട്ട ആക്കാം. അങ്ങനെ സിലോൺ പൊറോട്ട 4 ഇനി അടുത്ത് നമ്മൾ കോയിൻ പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഇങ്ങനെ ഒന്നുണ്ടാക്കിയിട്ട് ഇത് നമുക്ക് മാറ്റിയേക്കാം. അതേപോലെ ഒരു ബോളും കൂടി ഉണ്ടാക്കും. ഇനി നമുക്ക് എന്താ ആദ്യം ഉണ്ടാക്കിയത് ഇതിന് മുകൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇവിടുന്ന് ചുരുട്ടി ഇങ്ങനെ കൊണ്ടുവരാം. അതേപോലെ ഒരു ബോളും കൂടി നമുക്ക് അതേപോലെ പരത്തിങ്ങാണ്ട് വെക്കണം. നമ്മൾ ഈ ചുരുട്ടി വെച്ചത് ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇതും കൂടി ഇതിൻ്റെ മുകൾക്കാക്കി വെക്കാം. അങ്ങനെ നമ്മളെ കോയിൻ പൊറാട്ടൻ്റെ മാവ് ശരിയാക്കണം. ഇനി ഇത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്യുക. നല്ല ലെയറും കിട്ടും, നല്ല അടിപൊളിയായിട്ട് നല്ല കോയിൻ പൊറോട്ട നല്ല സെറ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മളെ പൊറോട്ടൻ്റെ എല്ലാ സംഗതി ശരിയാക്കി വെച്ചിരിക്കണം കേട്ടോ. സിലോൺ പൊറോട്ട, കോയിൻ പൊറോട്ട, നൂൽ പൊറോട്ട, സാദാ പൊറോട്ട എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നമുക്ക് അടുപ്പ് ശരിയാക്കാം. ഞങ്ങൾ അടുപ്പ് പുറത്താ പൊടിക്കണം കേട്ടോ. കോയിൻ പൊറോട്ട ഇടാം. കോയിൻ പൊറോട്ട ആകുമ്പോൾ മെല്ലെ അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് കോയിൻ പൊറോട്ട നമ്മളെ ചട്ടിയൊക്കെ നല്ല ചൂടായിക്കണേ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മളെ കോയിൻ പൊറാട്ട റെഡി ആയിക്കും കേട്ടോ. അടുത്ത നമ്മൾ ഇടാൻ പോണത് നൂൽ പൊറാട്ടയാണ്. അങ്ങനെ നമ്മള് നൂൽ പൊറാട്ട റെഡി ആക്കി. അടുത്ത നമ്മള് ഉണ്ടാക്കാൻ പോണത് സിലോൺ പൊറാട്ടയാണ്. അപ്പൊ പരത്തിയാണ് നമുക്ക് കല്ലുമ്മ ഇടാം. അങ്ങനെ നമ്മളെ സിലോൺ പൊറാട്ട ഏകദേശം റെഡി ആയിട്ടോ. ഉണ്ടാക്കാൻ പോണേ നമ്മളെ സാധാ നാടൻ പൊറാട്ടയാണ്. അപ്പൊ നമുക്ക് അതും വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ നാടൻ പൊറാട്ട റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ കോയിൻ പൊറാട്ട ഇതാണ് നാക്കണുണ്ടോ, നൂൽ പൊറാട്ട ഉണ്ടോ, നല്ല സെറ്റ് നൂൽ പൊറാട്ട. പിന്നെ നാക്കണേ സിലോൺ പൊറാട്ട, നമ്മളെ നാടൻ പൊറാട്ട. അങ്ങനെ 4 സൈസ് പൊറാട്ടൻ്റെ പരിപാടി ഇന്ന് ഞങ്ങളത് കഴിഞ്ഞു. ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.